വെൽക്കം ടു സോളോ ട്രാവൽ ബ്ലോഗ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലി ബോർഡർ കടന്നുള്ള ഇറ്റലിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഇറ്റലിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ഇപ്പോഴും ഇരുട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ വിളിച്ചാൽ വേണമെങ്കിൽ 7 മണി 8 മണിക്കാണ് കേട്ടോ. 8 മണിക്കാണ് ഇവിടെ വിളിച്ചാൽ വേണമെങ്കിൽ. മനോഹരമായുള്ള കാഴ്ചകളും കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുലർച്ചയ്ക്കുള്ള ഇറ്റലിയിലത്തെ തിരക്കാട്ടോ കാണുന്നത് വണ്ടികളിലെ. ഞങ്ങളുടെ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് രാവിലെ തന്നെ കേട്ടോ. ഇതൊന്നല്ല കേട്ടോ, അതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഒരുപാടുണ്ട്. ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിലുണ്ട് ഒരുപാട് വണ്ടികൾ. ഇപ്പോൾ ഞങ്ങളൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. നേരത്തെ ഞങ്ങൾ ഒരുപാട് 3-4 ടണലിൽ ഓൾറെഡി കയറി വന്നതാണ്. ഹലോ, ഇതാണ് അവസ്ഥ നമ്മുടെ ഇറ്റലി റോഡാണ് കേട്ടോ. പുലർച്ചയ്ക്ക് സമയം 6:30 കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ഒക്കെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഇപ്പോൾ 2 സൈഡിലും കാണുന്നത് തോട്ടങ്ങളാണ്. അതിലൊരു ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആപ്പിള്, മുന്തിരി, അതുപോലെ തന്നെ പിയർ, ഇവിടുത്തെ ഒരു ഫ്രൂട്ടാട്ടോ. സോ അതിൻ്റെ കൃഷിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ഇവിടെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഇങ്ങനത്തെ സഞ്ചരിച്ചെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് അവർ റോഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ വണ്ടി അതനുസരിച്ച് വേണം പോകാനായിട്ട്. ഇപ്പോൾ സമയം 7:45 വെളിച്ചമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നല്ലൊരു തണുത്ത മൂടിയ അന്തരീക്ഷം കേട്ടോ. ഒന്ന് നല്ല രസമുണ്ട് കാണാനായിട്ട്. കൂടുതൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പുറത്തൊക്കെ അത്യാവശ്യം നല്ല കേട്ടോ. കാർമേഘമൊക്കെ ഇങ്ങനെ തണുത്ത് മൂടി ഇങ്ങനെ കെട്ടിയെടുക്കുന്നത് നല്ല രസം കേട്ടോ ഒന്ന് കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇറ്റലിയുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല അടിപൊളി കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നു. നല്ല സ്ഥലങ്ങളായിട്ട് അല്ലേ. സമയം ഇപ്പോൾ 9:30 മണി ആയിട്ടോ. ഞങ്ങൾക്ക് അടുത്ത പരിപാടി ചെറിയ ബ്രേക്കാണ്. പുലർച്ച 4 മണിക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയ യാത്ര കേട്ടോ. ഞങ്ങൾ കണ്ടിന്യൂസ് യാത്രയാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് യാത്ര. മുന്നൂറ്റി 320 കിലോമീറ്റർ ഒറ്റ ടേക്കിൽ. വണ്ടി ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വണ്ടി ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഈ കാലാവസ്ഥയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവിടെ പഴയ സിനിമയിൽ ഒരു പാട്ടാക്കി തോന്നുന്നത്.
കോടമഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ രകടവിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മോ ജാതി സംഭവം കേട്ടോ. ഇതൊക്കെ കാണാൻ പറഞ്ഞാൽ എന്താ വിഷ്വൽ ബ്യൂട്ടിയാണ്. ഇങ്ങനെയൊക്കെ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ. ഇതാ വീണ്ടും ഒരു ടണൽ കേട്ടോ. ഇത് ആ ഒരു പാലം നോക്കിയേ, എത്ര ഹൈറ്റിലെ പാലം നോക്കിയേ. ഓ മൈ ഗോഡ്. മലകൾ താണ്ടി ടണലുകൾ താണ്ടിയുള്ള ഇറ്റലിയിലൂടെ യാത്ര. ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മരങ്ങൾ. ഇതൊന്നല്ല കേട്ടോ, ഇതിനു മുമ്പ് ഒരുപാട് ടണലുകൾ കടന്നു പോകുന്നു. ഇത് വെറും ഒരു ചെറിയൊരു ടണൽ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. ഇതിനു മുമ്പ് 6-7 കിലോമീറ്റർ വേറെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ നമ്മളിപ്പോൾ എത്ര ടണലിപ്പോൾ അവിടുന്ന് കയറി പോകുന്നുണ്ടാവും? കാരണം അവിടെ ഒരു 6 മേലെ ഇതിപ്പോൾ അതിന് മേലെ. അതായത് ടണലുകൾ താണ്ടി മലകൾ താണ്ടി ഇറ്റലിയോടെയുള്ള യാത്ര. ഓ എന്താ മനോഹരം നോക്ക്. ഈ കാണൂ പ്രപഞ്ചം പറന്നിടുന്നു പക്ഷികൾ. പക്ഷെ പക്ഷികളില്ല ഇവിടെ. പക്ഷികളില്ല. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം മഴയുണ്ട്, തണുപ്പുണ്ട്. അതേപോലെ ഇപ്പോൾ വീണ്ടും ടണലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സെറ്റപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും ഇതാ ടണൽ താണ്ടി നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്ര മനോഹരമായിട്ടാണ് ഇവരിവിടെ ടണലുണ്ടാക്കി നോക്കി. അടിപൊളി കേട്ടോ. ഒരു കുണ്ടോ കുഴിയോ അങ്ങനത്തൊന്നുമില്ല. ഭയങ്കര സ്മൂത്ത് റോഡ് കേട്ടോ എല്ലാം. അപ്പോൾ നമ്മൾ ഇറ്റലി റോമ ഇവിടെയാണ് യാത്ര. നല്ല കാര്യമുണ്ട്. വണ്ടിയൊക്കെ കിടന്ന് ഇങ്ങനെ ആട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല കാര്യമുണ്ട്. പക്ഷേ 40 ടണ്ണുണ്ട്. 4 അത് കിടന്ന് ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തായിരിക്കും കാറ്റിൻ്റെ അവസ്ഥ പുറത്ത്? നല്ല കാറ്റ് കേട്ടോ. കാറ്റ് തല പോയാലും അതിൽ വെള്ളം മൊത്തത്തിലങ്ങോട്ട് കാറ്റങ്ങോട്ട് പറന്ന് വന്നിരിക്കുക. വണ്ടിയാണെങ്കിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് കുലിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങളിത് ഇവിടെ കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുക. വണ്ടി കൊണ്ടുപോയിട്ട് 85-ൽ വണ്ടി പോകുന്നു. എന്നിട്ടും വണ്ടി കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുക. പുറത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിത് നേപ്പാളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്ത പരിപാടി ഒരു പാർക്കിംഗ് സെൻറ്റർ നോക്കാണ്. ഓക്കെ, ഇത്ര നല്ല അടിപൊളി വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് കാണാനായിട്ട്. പക്ഷെ നല്ല മഴക്കാരുണ്ട് കേട്ടോ.